ഹായ് ഹലോ നമസ്കാരം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ESIC നഴ്സിംഗ് ഓഫീസർ റിക്രൂട്ട്മെന്റ് എക്സാം 2024 പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. ഇപ്രാവശ്യത്തെ റിക്രൂട്ട്മെന്റ് ഒത്തിരി പ്രത്യേകതകളുണ്ട്. അതിൽ ഒന്നാമത്തെ പ്രത്യേകതയാണ് ഓൾ ഇന്ത്യ ലെവലിലാണ് ഇപ്രാവശ്യത്തെ നഴ്സിംഗ് ഓഫീസർ എക്സാം ESI കണ്ടക്ട് ചെയ്യാനായിട്ട് പോകുന്നത്. മുന്നേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ റീജിയണൽ വൈസ് ആയിരുന്നു. നമുക്ക് ഇഷ്ടപ്പെട്ട റീജിയനിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നു, നമ്മുടെ മാർക്ക് അനുസരിച്ചിട്ട് ആ ഒരു റീജിയനിൽ സെലക്ട് ആവും. ഇപ്രാവശ്യത്തെ റാങ്ക് ലിസ്റ്റും അതേപോലെ തന്നെ എക്സാമുകളൊക്കെ കണ്ടക്ട് ചെയ്യാനായിട്ട് പോകുന്നത് ഓൾ ഇന്ത്യ വൈസിലാണ്. നമ്മുടെ റാങ്ക് അല്ലെങ്കിൽ മാർക്ക് നല്ലതാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇഷ്ടപ്പെട്ട റീജിയനിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇത്തരത്തിൽ ഓൾ ഇന്ത്യ എക്സാം നടത്തുന്നത് കൊണ്ട് നമ്മുടെ മലയാളീസിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മെറിറ്റ്സും ഉണ്ട് ഡിമെറിറ്റ്സും ഉണ്ട്. അതിൽ മെറിറ്റ്സ് ഞാൻ ആദ്യം പറഞ്ഞുതരാം. പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു റീജിയനിൽ അപ്ലൈ ചെയ്യുമായിരിക്കും. ഓക്കെ, അപ്ലൈ ചെയ്ത് നമ്മൾ അതിൽ എക്സാം എഴുതുന്നു. അതിൽ നമുക്ക് അവിടെ ക്രാക്ക് ചെയ്യേണ്ട അല്ലെങ്കിൽ അവിടത്തേക്ക് സെലക്ട് ആവേണ്ട മാർക്ക് നമുക്ക് കിട്ടിയില്ല എന്ന് വിചാരിക്കുക. അതേസമയം നമ്മൾ വേറൊരു റീജിയനിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മാർക്ക് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് വേറൊരു റീജിയനിൽ നമുക്ക് കിട്ടുമായിരുന്നു. പക്ഷേങ്കിൽ ഇപ്രാവശ്യം ഓൾ ഇന്ത്യ റിക്രൂട്ട്മെന്റിൽ നമുക്ക് നമ്മുടെ ഇഷ്ടപ്പെട്ടുള്ള റീജിയനിൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിലും ആ മാർക്ക് വെച്ചിട്ട് നമുക്ക് വേറെ ഏതെങ്കിലും ഒരു റീജിയനിൽ നമുക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇതിന്റെ ഡിമെറിറ്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മലയാളീസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ട് പഠിക്കുന്നവരാണ്. നമ്മൾ കുറഞ്ഞ ടൈം പഠിക്കാൻ വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നവരാണ്. അതേസമയം നമ്മൾ നോർത്ത് ഇന്ത്യക്കാരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, എസ്പെഷ്യലി രാജസ്ഥാനീസിനൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അവരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക് ചെയ്യാതെ ഫുൾ ടൈം പഠിക്കുന്നവരാണ്, കോച്ചിങ് ഒക്കെ എടുത്ത് പഠിക്കുന്നവരാണ്. അപ്പോൾ അവരുടെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് വളരെ ഹൈ ലെവലാണ്. അതുകൊണ്ട് തന്നെ അവരൊക്കെ മെജോറിറ്റി അപ്ലൈ ചെയ്യുന്നത് പണ്ടത്തെ രീതിയിലാണെന്നുണ്ടെങ്കിൽ നോർത്ത് ഇന്ത്യയിലായിരുന്നു കൂടുതലും പ്രിഫർ ചെയ്തുകൊണ്ടിരുന്നത്. സൗത്ത് ഇന്ത്യയിൽ അത്രത്തോളം പ്രിഫറൻസ് വന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ സൗത്ത് ഇന്ത്യയിലെ മാർക്ക് എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. പ്രീവിയസ് ESIയിൽ ഡൽഹിയുടെ റിക്രൂട്ട്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ ഡൽഹിയിൽ ലാസ്റ്റ് കയറിയ ആളുടെ മാർക്ക് എന്ന് പറയുന്നത് ഒരു 80 സംതിങ് ഒക്കെയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ തെലുങ്കാനയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ആദ്യത്തെ 10 റാങ്കിൻ്റെ ഉള്ളിലേക്കൊക്കെ നമുക്ക് വരാനായിട്ട് പറ്റുമായിരുന്നു. അപ്പോൾ ഇതാണ് ഇവ തമ്മിലുള്ള ഒരു ഡിഫറൻസ്. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് നമുക്ക് അറിയാം, എയിംസ് നിംഹാൻസിലാണെന്നുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് വേണം. എയിംസ് ജിപ്മറൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൽ 80-20 റേഷ്യോ ഉണ്ടായിരുന്നു. നോർത്ത് ഇന്ത്യക്കാരിലൊക്കെ മെജോറിറ്റി പ്രിപ്പറേഷൻ ചെയ്യുന്ന ആൾക്കാർ മെയിൽസ് ആയിരുന്നു, അല്ലെങ്കിൽ മെയിൽ കാൻഡിഡേറ്റ്സ് ആയിരുന്നു. ഇവരൊക്കെ കുറേ കാലമായിട്ട് ഞാൻ പെൻഡിങ് നിൽക്കുകയാണ്, ഒരു എക്സാമും വിളിക്കാതെ. അപ്പോഴാണ് നമ്മുടെ ESI റിക്രൂട്ട്മെന്റ് വിളിക്കുന്നതും അതിൽ 80-20 റേഷ്യോ ഒന്നുമില്ല. മാത്രമല്ല അവരുടെ പ്രിപ്പറേഷൻ അത്രയും നല്ല രീതിയിലാണ്. അപ്പോൾ ഒരു മെജോറിറ്റി നമുക്ക് ഓൾറെഡി പ്രെഡിക്റ്റ് ചെയ്യാം. നമ്മുടെ ഈ ഒരു ഓൾ ഇന്ത്യ റിക്രൂട്ട്മെന്റിന്റെ ലിസ്റ്റ് വരുമ്പോഴത്തേക്കും ഒരു മെജോറിറ്റി എന്ന് പറയുന്നത് എന്തായാലും ലിസ്റ്റ് കൈയെടുക്കാനായിട്ട് പോകുന്നത് രാജസ്ഥാനീസ് ആയിരിക്കണം. അതുകൊണ്ട് തന്നെ നമ്മുടെ മലയാളീസിന്റെ പ്രിപ്പറേഷൻ അത്രയും നല്ലതായാലും മാത്രമേ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് ഉള്ളൂ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് UPSC ആണ് ഇപ്രാവശ്യത്തെ എക്സാം കണ്ടക്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഇത് ആദ്യമായിട്ടാണ് UPSC ഒരു നഴ്സിംഗ് എക്സാം കണ്ടക്ട് ചെയ്യാനായിട്ട് പോകുന്നത്. CMS എക്സാമും അതേപോലെ തന്നെ IAS മറ്റു ഒത്തിരി എക്സാംസ് UPSC കണ്ടക്ട് ചെയ്യാറുണ്ടെങ്കിൽ നഴ്സുമാർക്ക് വേണ്ടിയിട്ട് ഇത് ആദ്യമായിട്ടാണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. UPSC കണ്ടക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇപ്രാവശ്യത്തെ ആപ്ലിക്കേഷൻ ഫീസ് എന്ന് പറയുന്നത് ഫീമെയിൽസിനും അതേപോലെ തന്നെ റിസർവ്ഡ് കാറ്റഗറിക്കും ഫീസ് ഉണ്ടായിരുന്നില്ല. മെയിൽസിനും അൺറിസർവ്ഡ് കാറ്റഗറിക്കും 25 റുപ്പീസ് മാത്രമായിരുന്നു ഇതിന്റെ ആപ്ലിക്കേഷൻ ഫീസ്. ESIനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ എന്നാണ് ഇതിന്റെ ഫുൾ ഫോം. മിനിസ്ട്രി ഓഫ് ലേബറിന്റെ അണ്ടറിലാണ് ഇത് വരുന്നത്. ESI ഹോസ്പിറ്റൽസ് ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളിലും ഉണ്ട്. ഇവിടെ വരുന്ന പേഷ്യൻസ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. ESI ഇൻഷുറൻസ് ഉള്ള പേഷ്യൻസ് മാത്രമാണ് ഇത്തരത്തിലുള്ള ഹോസ്പിറ്റലുകളിൽ കൺസൾട്ട് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇക്കാര്യമാണ് നമ്മുടെ നഴ്സുമാർക്ക് ഏറ്റവും ഫാൻസി ആക്കിയിട്ട് ESIനെ മാറ്റുന്നത്. കാരണം എന്ന് പറയുന്നത് നമ്മുടെ കമ്പാരിറ്റീവ്ലി ജിപ്മർ, എയിംസ്, നിംഹാൻസ് പോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ വരുന്ന പേഷ്യൻസ് എന്ന് പറയുന്നത് ലിമിറ്റഡ് പേഷ്യൻസ് മാത്രമേ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ വർക്ക് ലോഡ് എന്ന് പറയുന്നത് വളരെ കുറവാണ് ബാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. സാലറിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് സാലറിയാണ്. സെൻട്രൽ ഗവൺമെന്റ് സാലറിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇയർലി ഇൻക്രിമെന്റ് വളരെ കൂടുതലാണ്. നമുക്കിപ്പോൾ നമ്മൾ ജോയിൻ ചെയ്ത സമയത്തുള്ള സാലറിയും അതേപോലെ തന്നെ ഒരു 4 വർഷം കഴിഞ്ഞിട്ട് 4-5 വർഷം കഴിഞ്ഞിട്ടുള്ള സാലറിയും തമ്മിൽ ഭയങ്കര വ്യത്യാസമാണ് ഉണ്ടാകുന്നത്. ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഒരു എക്സാമ്പിൾ കാണിക്കാം. ഞങ്ങൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് 2020 ഒരു സാലറി സ്ലിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോയിൻ ചെയ്ത് 1-2 മാസം കഴിഞ്ഞപ്പോഴുള്ള ഒരു സാലറി സ്ലിപ്പ് ഞാനിവിടെ കാണിക്കാം. ഇപ്പോൾ കിട്ടുന്ന സാലറി സ്ലിപ്പ് ഞാൻ ഈ ഒരു ഭാഗത്തായിട്ടും കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം വ്യത്യാസം ഉണ്ടെന്നുള്ളത്. 2020 ജാനുവരിയിലെ സാലറി സ്ലിപ്പാണിത്. 76,521 ആയിരുന്നു അന്നത്തെ ഗ്രോസ് സാലറി എന്ന് പറയുന്നത്. അതിൽ കുറച്ച് ഡിഡക്ഷൻസ് ഉണ്ട്. അതേസമയം 2024 ആകുമ്പോഴത്തേക്ക് 4 വർഷം കഴിയുമ്പോഴത്തേക്ക് സാലറി നിങ്ങൾ നോക്കിക്കേ, 1,03,785 രൂപയാണ് സാലറി ആയിട്ട് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും നോക്കാം. UPSCയുടെ ക്വസ്റ്റ്യൻ പാറ്റേൺ നിങ്ങൾക്ക് അറിയായിരിക്കും. നിങ്ങൾ പഴയ CMS എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറോ അല്ലെങ്കിൽ IASൻ്റെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും UPSC ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഇതിൻ്റെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പാറ്റേൺ എന്ന് പറയുന്നത്, ഇവിടെ ഞാനൊരു സാമ്പിൾ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കൊടുക്കാം. ഇത് കഴിഞ്ഞ വർഷത്തെ CMS എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. 4 ഓപ്ഷൻസ് തരും. ഒരു ക്വസ്റ്റ്യന് 4 ഓപ്ഷൻസ് ഉണ്ടാവും, പിന്നെ 4 ഓപ്ഷൻസ് ഉണ്ടാവും.
എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ABC എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടാവും. രണ്ടാമതെന്ന് പറയുന്നത് ABC, AB ഓൺലി, A ഓൺലി, ഇങ്ങനെയൊക്കെയുള്ള 4 ഓപ്ഷൻസ് ആയിരിക്കും രണ്ടാമത് തരാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കണ്ടന്റ് നല്ല തറവായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഈ 4 ഓപ്ഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇതിലേതാണ് വരാത്തതെന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ആ ഒരു ടോപ്പിക്കായിട്ട് നല്ല ബന്ധം ഉണ്ടെങ്കിൽ മാത്രമേ, നല്ല ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ ഇപ്പം ചില ആൾക്കാരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ക്വസ്റ്റ്യനും ആൻസറും മാത്രം പഠിച്ചു പോകുന്നത്. അങ്ങനെ നമുക്ക് എക്സാമുകൾ കിട്ടും. പക്ഷേങ്കിൽ ഇത്തരത്തിലുള്ള എക്സാമുകൾ ക്രാക്ക് ചെയ്യാനായിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ നല്ല ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ ആ ഒരു കണ്ടന്റ് നന്നായിട്ട് അറിയുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇത്തരത്തിൽ തിയറി ബേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് ബുക്സ് ഉണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ബുക്സ് ഒക്കെ ആയിട്ട് വാങ്ങിയിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റുമായിരുന്നു. പക്ഷേ ഇനി നമ്മുടെ കയ്യിലുള്ള ടൈം എന്ന് പറയുന്നത് വെറും 3 മാസമാണ്. ജൂലൈ 7th എക്സാം. ആ ഒരു ടൈമിൻ്റെ ഉള്ളിൽ നമ്മൾ നന്നായിട്ടൊരു തിയറി ബേസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. ഇത്തരത്തിൽ തിയറി ബേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നിലവിൽ നിങ്ങളുടെ കയ്യിലുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് നഴ്സിംഗ് ആയിട്ടോ അല്ലെങ്കിൽ ഡോക്ടേഴ്സിൻ്റെ നീറ്റ് PGക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഏതെങ്കിലും നന്നായിട്ട് കണ്ടന്റ് ഉള്ള ബുക്ക് പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ബുക്കാണ് ഓസോണിൻ്റെ നഴ്സസ് മെൻറ്റർ എന്ന് പറയുന്നത്. ഇതൊരിക്കലും നിങ്ങളൊരു പ്രൊമോഷൻ വീഡിയോ ആയിട്ട് കണ്ട നിങ്ങളുടെ ഇഷ്ടമാണ് ഏത് ബുക്ക് ചൂസ് ചെയ്യണം എന്നുള്ളത്. പക്ഷേങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു ബുക്കാണ്. ഓരോ സബ്ജക്റ്റും ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുള്ള, ഓരോ സബ്ജക്റ്റിലെയും 99% കണ്ടന്റും ഇതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആദ്യം നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റിലെയും തിയറി ടോപ്പിക്സ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ MCQസും ഉണ്ട്. ആ ഒരു ടോപ്പിക്കുകളായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള MCQസും അവൈലബിൾ ആണ്. ഇതിൽ നഴ്സിംഗ് കോമ്പറ്റേറ്റീവ് ബുക്സുകളിലൊന്നും കാണാത്ത തരത്തിലുള്ള ഫസ്റ്റ് എയ്ഡ്, ഇൻഫെക്ഷൻ കൺട്രോള്, ടോക്സിക്കോളജി, ഇതുപോലുള്ള ടോപ്പിക്കുകളൊക്കെ സെപ്പറേറ്റ് തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, ഈ ഒരു ബുക്കിന് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് ഒരു 1700 ആണ്. നിങ്ങൾക്ക് ഒരു 1 ടൈം ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് നിങ്ങൾ ഇതിനെ കാണുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബുക്ക് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് മാത്രം മതി. വേറൊരു ബുക്ക് നിങ്ങൾ തേടി പോകേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഓൾമോസ്റ്റ് എല്ലാ തിയറി ടോപ്പിക്സും ഇതിൽ കവേർഡ് ആണ്. നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന മണിക്ക് വേർത്തി ആയിരിക്കുന്നേ ഞാൻ പറയുന്നുള്ളൂ. ബാക്കി നിങ്ങളുടെ ഇഷ്ടമാണ് ഇത് വാങ്ങിക്കണോ വാങ്ങിക്കണ്ടയോ എന്നുള്ളത്. ഓക്കെ, പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നതാണ് നല്ല രീതിക്ക് MCQs ഒക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ ഇപ്പം റീസെൻ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുള്ള എക്സാമിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ നിങ്ങൾക്ക് ടെലിഗ്രാമിലൊക്കെ ഇപ്പോൾ ഒത്തിരി ഗ്രൂപ്പുകളുണ്ട്. അത് നോർത്ത് ഇന്ത്യൻസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. അതിൽ നിങ്ങൾക്ക് കറൻ്റ് ഇപ്പം നടക്കുന്ന എക്സാമുകളുടെ ക്വസ്റ്റ്യൻ പേപ്പർ വരെ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ടൊന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കുക. നിങ്ങളൊന്ന് ആൻസർ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ആൻസർ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ പ്രിപ്പറേഷനൊക്കെ നല്ലതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു സെൽഫ് കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയും എനിക്ക് പറയാനുള്ളൂ. നല്ല രീതിക്ക് ഈ ഒരു 3 മാസം നിങ്ങൾ സ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 2024 ഒരു ജോലി, അത് നല്ലൊരു ജോലി നിങ്ങളുടെ കയ്യിലേക്ക് വരും. അപ്പോൾ ഇനിയുള്ള ടൈമുകൾ നിങ്ങൾ വേസ്റ്റ് ചെയ്യാതിരിക്കുക. നല്ല രീതിക്ക് വാല്യൂബിൾ ആയിട്ട് സ്പെൻഡ് ചെയ്യുക. നിങ്ങൾ NRHMലൊക്കെ വർക്ക് ചെയ്യുന്നവരുടെയൊക്കെ സ്ഥിതി എനിക്കറിയാം. ഇപ്പം സാലറി ആണെന്നുണ്ടെങ്കിൽ വളരെ കുറവാണ് തരുന്നത്. മാത്രമല്ല ആ ഒരു സാലറി പോലും പ്രോപ്പറായിട്ട് കൃത്യമായിട്ട് തരാനായിട്ട് അവർക്ക് പറ്റുന്നില്ല. അപ്പോൾ നിങ്ങൾ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് ലീവൊക്കെ എടുത്തിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു എവരിവൺ.